അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നീ മത്സരിച്ചു മുന്നേറുക. ഖുർആൻ പറഞ്ഞതാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു നന്മ നിനക്ക് കേട്ട് കഴിഞ്ഞാൽ, ഒരു നന്മ നിന്റെ മുന്നിൽ പറയപ്പെട്ട് കഴിഞ്ഞാൽ, ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി നീ മത്സരിച്ചാൽ അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് കരസ്ഥമാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കും. ഈ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള ഒരു വഴിയുണ്ട്. നന്മ കേട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ ധൃതി കാണിക്കണം. ഒരു നല്ല കാര്യം നിന്റെ മുന്നിൽ പറയപ്പെട്ടാൽ വെറുതെ പറഞ്ഞതല്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, തെളിവ് വേണോ? അല്ലാഹുവേ പടച്ചവനെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. മൂസാ നബി തന്റെ ജനതയെ, തന്റെ സമൂഹത്തെ, തന്റെ സമുദായത്തെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് സ്വീകരിക്കാനായി പടച്ചവനെ തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയ രംഗം നിനക്ക് ഓർമ്മയുണ്ടോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ പോയ ഒരു ചരിത്രമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ പോയത് ദിവസങ്ങളോളം 40 ദിവസമൊക്കെ നോമ്പൊക്കെ പിടിച്ചിട്ടാ പോയത് അവരുടെ ചരിത്രം. അപ്പൊ ഈ കിതാബ് വാങ്ങുന്നതിന് വേണ്ടി മഹാനായ മൂസാ നബി അലിഹിസ്സലാം പോകുമ്പോ മൂസാ നബി തന്റെ സഹോദരനായ ഹാറൂൻ നബി അലിഹിസ്സലാമിനെ തന്റെ ജനതയെ ഏൽപ്പിച്ചു. തന്റെ ജനതയെ ഹാറൂൻ നബി അലിഹിസ്സലാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് സ്വീകരിക്കുന്നതിന് വേണ്ടി തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു അത്രേ, നിന്റെ ജനങ്ങളെ വിട്ടിട്ട് നീ ധൃതിപ്പെട്ടു വരാൻ കാരണമെന്ത് ചോദിച്ചു അത്രേ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തന്നെ ചോദിച്ചു, ഏ മൂസാ, നിന്റെ സമുദായത്തെ, നിന്റെ ജനതയെ, നിന്റെ ഉമ്മത്തിനെ നീ ഇട്ടിട്ട് നിന്റെ സഹോദരനെ ഏൽപ്പിച്ചിട്ട് ഇത്രയും ധൃതി കാണിച്ച് നീ ഇങ്ങോട്ട് വന്നെന്തിനാ? തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം വാങ്ങുന്നതിന് വേണ്ടി നീ ഇത്രയും ധൃതി കാണും. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ ഖാലഹും ഉലായി അലാ ആസാരി വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുക, അല്ലാഹ് ചോദിക്കുകയാ, മൂസാ, നീ നിന്റെ ജനങ്ങളെയൊക്കെ വിട്ടിട്ട് ഇത്രയും ധൃതി കാണിച്ചുകൊണ്ട് ഈ കിതാബ് വാങ്ങാൻ വേണ്ടി നീ വന്നത് എന്തുകൊണ്ടാ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, എന്റെ രക്ഷിതാവേ, നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് വന്നത്. അല്ലാഹ് നിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവെ ഞാൻ ഇത്രയും ധൃതിപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് മറുപടി പറയാം, അല്ലാഹ് നിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാണ് നീ വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നത്. എന്റെ ജനതയെ ഇട്ടിട്ട് ഞാൻ ഓടി വന്നത്, അല്ലാഹ് നീ വിളിച്ചു, ഞാൻ വന്നു. പടച്ചവനെ, എന്തിന്? നിന്റെ തൃപ്തി ലഭിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ചോദിക്കുന്നു, ഏ മൂസാ, നിന്റെ ജനങ്ങളെ വിട്ടിട്ട് ഇത്രയും ധൃതിപ്പെട്ട് വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോ, പടച്ചവനെ, അള്ളാഹു അവരെന്റെ പിന്നിൽ തന്നെയുണ്ട്. പക്ഷെ എന്റെ രക്ഷിതാവായ നിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്. നിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ, അല്ലാഹ് ഒരു കാര്യം പറഞ്ഞാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ഒരു സ്വഭാവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. എന്തിന്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയോട് അല്ലാഹ് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ ചെയ്യണം. ചരിത്രം പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സുന്നത്ത് കല്യാണം അല്ലേ, എന്താ നമ്മുടെ പറയാ, മാർക്ക് കല്യാണം അല്ലേ, ഇതെവിടുന്നാ വന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലാണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് സുന്നത്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സുന്നത്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷെ ചരിത്രം പറയുകയാ, ഇതെങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലോ.
സുന്നത്ത് ചെയ്യണമെങ്കിൽ മുറിക്കാനുള്ള എന്തെങ്കിലും വേണമല്ലോ. ചരിത്രം പറയുന്നു, അങ്ങനെ ജിബിരിൽ എന്ന് പറയുന്ന മലക്ക് പോയിട്ട് ഇത് മുറിച്ചു മാറ്റാനുള്ള ഒരു ആയുധവുമായിട്ട് തിരിച്ചു വന്നപ്പോ ഇബ്രാഹിം നബി രക്തത്തിൽ കുളിച്ച് നിൽക്കുക. ഇബ്രാഹിം നബി സുന്നത്ത് ചെയ്തിട്ട് രക്തത്തിൽ കുളിച്ച് നിൽക്കുക. അപ്പൊ ചോദിച്ചു, എന്താ ഇത്ര ധൃതി? അല്ലാഹ് പറഞ്ഞല്ലേ ചെയ്യാൻ, നീ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാലോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കയ്യിലിരുന്ന വിറക് വിട്ടെന്ന് എന്തോ ഒരു ആയുധം വെച്ചിട്ട് ചെയ്തെന്നാ ചരിത്രം പറയണേ. അള്ളാഹുവിന്റെ അടുക്കൽ പോയി ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അത് മുറിച്ചു മാറ്റാനുള്ള ആയുധം എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോ രക്തത്തിൽ കുളിച്ച് നിൽക്കുക. എന്റെ പറഞ്ഞ മറുപടി, നീ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയി അള്ളാഹ് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് റബ്ബിന്റെ കൽപ്പന അനുസരിക്കാൻ, അതാണ് ധൃതി. നമുക്ക് എതിരാ ധൃതി? നമുക്കെന്താ നമ്മുടെ ധൃതി എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഒരു നല്ല കാര്യം നിങ്ങളുടെ മുന്നിൽ പറയപ്പെട്ട, പടച്ചവനെ ധൃതി കാണിക്കണേ, നിങ്ങൾ ധൃതി കാണിക്കണേ. അങ്ങനെ ധൃതി കാണിച്ചാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മർറാ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രതിഫലം അറിയുമോ? സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞു തന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചാൽ, സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചുകൊണ്ട് പാരായണം ചെയ്താ അവന്റെ മയ്യത്ത് നമസ്കാരത്തിന് അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കടന്നു വരുമെന്ന ചരിത്രങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അത് ചെറിയ സൂറത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലോ. അത് പടച്ചവന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്നതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനെ 10 പ്രാവശ്യം പാരായണം ചെയ്താൽ, ഹത്താ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അതാ മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മർറാ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്നാ. അവന് സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു കൊട്ടാരം പണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 10 പ്രാവശ്യം ഓതുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം, സ്വർഗ്ഗത്തിലൊരു വീട് അല്ലാഹുവേ നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഇനി ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 100 മർറാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ 100 പ്രാവശ്യം പാരായണം ചെയ്താൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകൾ എണ്ണുന്നതിൽ പെട്ടതല്ലോ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു തസ്ബീഹയുടെ എണ്ണം പോലെ 100 പ്രാവശ്യമെന്ന് ബോധി നോക്കൂ. ഒരുപാട് സമയം വേണ്ടല്ലോ. ചുമ്മാതിരിക്കുന്ന സമയത്ത് പടച്ചവനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വന്ന് ബോധാന കഴിയുന്നതാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ പരിശുദ്ധമായ റജബ് മാസത്തില് ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം പാരായണം ചെയ്താ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ?
അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ഇന്നത്തെ ദിവസം വരെ ഇന്നോദിയവരുണ്ടോ? ഈ പരിശുദ്ധമായ റജബ് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്കും ഓതാൻ കഴിയുമോ? ഇത് റജബിന് മാത്രം ഓതേണ്ടതല്ല, ഇത് മരിക്കുന്ന കാലം വരെ ഓതേണ്ടതാണ്. 100 പ്രാവശ്യം പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ. നിന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പൊറുക്കുകയാണ്. ഹജ്ജ് കഴിഞ്ഞു വരുന്ന ഹാജിയെ പോലെ, ഉംറ കഴിഞ്ഞു വരുന്ന മനുഷ്യനെ പോലെ, ഹജറുൽ അസ്വദ് ചുംബിച്ച മനുഷ്യനെ പോലെ, നിസ്കാരം കഴിഞ്ഞ പാപങ്ങൾ പുറത്ത് ഇറങ്ങി പോകുന്നവനെ പോലെ ഈ 100 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്ത ഈ സൂറത്ത് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്താണല്ലോ. ഇത് പാരായണം ചെയ്യുന്നവന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മൂന്നാമത്തെ പ്രതിഫലമെന്തേ? പടച്ചവനെ ഒരുപാട് ബോധുന്നവരുണ്ട്. പടച്ചവനെ ഒരു പ്രിയപ്പെട്ട സഹോദരി ഉസ്താദേ 1,00,000 പ്രാവശ്യം ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതി വെച്ചിട്ടുണ്ട്. പറയുന്ന ഉമ്മമാരുണ്ടല്ലോ, ഓതുന്ന ഉപ്പമാരുണ്ടല്ലോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എല്ലാവരും എവിടെ വരെ വരൂ, നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും വരും. ഇലാ വസല ഇലാ കബരിഹി, പള്ളിപ്പലമ്പല കബറിന്റെ ചാരത്ത് വരെ വരികയുള്ളൂ. പടച്ചവനെ അല്ലാ, ഒരു ഭാര്യയും ഭർത്താവും എന്നോട് പറഞ്ഞതാണ്, ഉസ്താദേ ഞങ്ങൾ രണ്ടുപേരും 1,00,000 പ്രാവശ്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയത്. ഈ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത കുടുംബമാണ്. അല്ലാ നീ സ്വീകരിക്കണേ തമ്പുരാന്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സൂറത്തുൽ ഇഖ്ലാസിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവര്, സൂറത്തുൽ ഇഖ്ലാസിനെ പാരായണം ചെയ്യുന്നവര് അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ഈ സൂറത്ത് നിന്റെ കയ്യിൽ പിടിക്കുകയാ. ഈ സൂറത്ത് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ഈ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, നിന്റെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, നാഥാ ഇവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാ അല്ലാ, ഇവൻ എന്നെ സ്നേഹിച്ചവനാ അല്ലാ, ഇവന് പാരായണം ചെയ്തവനാ അല്ലാ, ഇവന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. സൂറത്തുൽ ഇഖ്ലാസ് പറയുകയാ, സൂറത്തുൽ ഇഖ്ലാസ് പറയുകയാ. 112ാമത്തെ സൂറത്തല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 112ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇത് പാരായണം ചെയ്യുന്ന ഉപ്പാ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ വെച്ച് നിന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവേ സിറാത്ത് കടത്തി നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ ഇതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? ഇത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാരായണം ചെയ്യേണ്ട മാസം റജബ. കാരണം റജബുന് അല്ലാഹുവിന്റെ മാസത്തില് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാരായണം ചെയ്യാൻ കഴിയണം സഹോദരാ. പടച്ചവനെ രക്ഷപ്പെട്ടില്ലോ, നിന്റെ മരണം നല്ലതല്ലോ, നിന്റെ മരണം നല്ലതല്ലോ, ഈമാനുള്ള മരണം അല്ലാഹു തരുമല്ലോ. ഖുർആനിനെ ഇഷ്ടപ്പെട്ടവനല്ലോ, ഖുർആനിനെ സ്നേഹിച്ചവനല്ലോ. അല്ലാഹുവേ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണം കിട്ടാറ് ഈ സൂറത്തൊരു കാരണമെങ്കിലോ സഹോദരാ, നിനക്ക് സ്വർഗം കടിക്കുമെങ്കിലോ, നീ സ്വർഗത്തിന്റെ അവകാശിയാകുമെങ്കിലോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലാണ് സ്വഹാബികൾ കടന്നു വന്നിട്ട് പറയുന്ന, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ
ഞങ്ങൾക്ക് അമീറായി തന്ന സഹാബിയുണ്ടല്ലോ, എപ്പോഴും നമസ്കരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ആണ് പാരായണം ചെയ്യുന്നത്. വലിയ വലിയ സൂറത്തുകൾ ഓതാറില്ല. എപ്പോ നോക്കിയാലും ഇഖ്ലാസാ, എപ്പോ നോക്കിയാലും ഖുൽ ഹുവല്ലയാ. അതുകൊണ്ട് അതിനെ കുറിച്ച് ചോദിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനാ സ്വഹാബിയെ വിളിക്കുകയാണ്. അവിടെന്ന് ചോദിക്കുകയാ, ഇങ്ങനെ ജനങ്ങൾ പരാതി പറയുന്നല്ലോ, എന്തിനാണ് എപ്പോ നോക്കിയാലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്? വേറെ സൂറത്തുകൾ ഓതാത്തതിന്റെ കാരണമെന്താ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എനിക്ക് ആ സൂറത്തിനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അത് അല്ലാഹുവിനെ കുറിച്ച് പറയുന്നതല്ലോ, ഈ ഏകത്വത്തെ കുറിച്ച് പറയുന്നതല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനെ കുറിച്ച് പറയുന്നതല്ലോ. അതുകൊണ്ട് സ്നേഹം കൊണ്ടാണ് നബിയോ, സ്നേഹം കൊണ്ടാണ് നബിയോ റസൂലുള്ളാഹി പറഞ്ഞു പൊക്കൊള്ളാറ്. ആ സ്വഹാബി നടന്നു പോകുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത സഹാബാ, സ്വർഗത്തിന്റെ അവകാശിയെ കണ്ടോ, സ്വർഗത്തിന്റെ അവകാശിയെ കണ്ടോ? ആ മനുഷ്യനെ ആ സൂറത്ത് സ്വർഗത്തിലെത്തിക്കുമെന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ച റബ്ബിന്റെ തൃപ്തി കിട്ടാറുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? വസാബിഖൂന ബിൽ ഖൈറാത്ത്, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കൂ, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കൂ. അങ്ങനെ നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കും. അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് മത്സരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മത്സരിച്ചൂടെ? എത്ര വട്ടം ഓതും? 1 വട്ടം ഓതണോ, 10 വട്ടം ഓതണോ, 100 വട്ടം ഓതണോ, 50,000 ഓതണോ, 1,00,000 ഓതണോ? നിന്റെ ഇഷ്ടം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് 1,00,000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ, 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എളുപ്പമെന്ന് വിചാരിച്ച എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിച്ചു നടന്നാൽ മതിയോ? അത് മാത്രമല്ലല്ലോ, അൽഹംദുലില്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യ്. ആ സൂറത്തിന്റെ കയ്യിൽ പിടിച്ച് നാളെ സ്വർഗ്ഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ചെയ്തൂടെ? ഇതാണ് സഹാബത്തിന്റെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമാ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ മഹാനായി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ട്, ഓടുവാ ഇറങ്ങി. ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ട്, നിങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടും. പടച്ചോനെ പോയിട്ട് ചരിത്രം പറയുന്നുണ്ട് ഒരു മത്സരത്തെ കുറിച്ച്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാ മത്സരത്തിലും ജയിക്കണത്. എന്ത് കാര്യത്തിൽ നോക്കിയാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമ്പർ 1. ഉമർ തങ്ങൾക്കൊരു ചിന്ത, പടച്ചോനെ ഈ ചങ്ങാതി ഒരിക്കലെങ്കിലും ഒന്ന് തോപ്പിക്കണമല്ലോ, അല്ലാഹ് എപ്പോഴും ജയിക്കണത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വീട്ടിൽ പോയിട്ട് ഇത്തിരി ആവശ്യമുണ്ട്, ധനം പോയിട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എല്ലാവരും വീട്ടിൽ പോയി. ഉമർ തങ്ങൾ വീട്ടിൽ പോയിട്ട് പടച്ചോനെ സമ്പാദ്യം മുഴുവൻ എടുത്ത് 2ആയിട്ട് വിഹിതം വെച്ചു, നേർ പകുതി. 100 രൂപയുണ്ടെങ്കിൽ 50-50. 2 സ്വത്തന്റെ സമ്പാദ്യം മുഴുവനും 2ആയിട്ട് വേർതിരിച്ചു. ഒരിക്കലെങ്കിലും എനിക്ക് ഉമർ പറയാ, ഒരിക്കലെങ്കിലും അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. സമ്പാദ്യത്തിന്റെ പകുതി എടുത്തുകൊണ്ട് ഇലാ ഹളറത്ത് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു. നബിയെ, എന്താ ഉമറെ? എന്റെ സമ്പാദ്യത്തിന്റെ പകുതിയാ നബിയെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ പകുതി ഉണ്ടെന്ന. റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാറി നിൽക്കുക. പോയവരെല്ലാവരും ഓരോന്ന് കൊണ്ടു കൊടുക്കുന്നു. അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. അവസാനം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെറിയൊരു പൊതിയായിട്ട് വരിക. അപ്പൊ അടുത്തേക്ക് ഇങ്ങനെ പോയി. റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കറെ, ഇനി വീട്ടിൽ എന്തുണ്ട്? അല്ലാഹും അവന്റെ പ്രവാചകനുണ്ട്, ഇനി വേറെ ഒന്നുമില്ല. അല്ലാഹും അവന്റെ പ്രവാചകനുമല്ലാതെ ഇനി അബൂബക്കറിന്റെ വീട്ടിൽ ഒന്നുമില്ല നബിയെ, ഉള്ളത് ഇതേ ഉള്ളൂ, മൊത്തം എടുത്തോളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉമർ തങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സ്വഹാബിയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, പോകുകയാണെങ്കിൽ ഇതുപോലെ പോകണം. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഊതിക്കൊടുത്തതാണ്, വമിനന്നാസി മയ്യശ്രീ
നഫ്സഹു ഇബ്തിഗാഅ മർളാതില്ലാഹ്. ചില ആളുകളുണ്ട്, അവൻ അല്ലാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവൻ അല്ലാഹുവിനെ വിറ്റവനാണ്. അവന്റെ മോഹങ്ങളും അവന്റെ സ്വപ്നങ്ങളും അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ചിന്തകളും സർവ്വതും അല്ലാഹുവിന് കൊടുത്തത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. പടച്ച റബ്ബിന്റെ സ്വർഗം കിട്ടാനാണ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പടച്ച റബ്ബ് കൊടുത്തത് മുഴുവനും അല്ലാഹു കൊടുത്ത ചിലരുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരെ അല്ലാഹു പുകഴ്ത്തി പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവാണ് സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് മഹാനാണ്, വലിയവനാണ്, സദഖ കൊടുക്കുന്നവനാണ്, നിസ്കരിക്കുന്നവനാണ്, അല്ലാഹുവിന്റെ പള്ളിയെ സഹായിക്കുന്നവനാണ് എന്ന് നാട്ടുകാരുടെ മുന്നിൽ പുകഴ്ത്തുന്നതിൽ കാര്യമില്ല. എങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പുകഴ്ത്തുകയാണ്. വമസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാതില്ലാഹ് വതസ്ബീതൻ മിൻ അൻഫുസിഹിം കമസലി ജന്നത്തിൻ ബിറബവത്തിൻ അസ്വാബഹാ വാബിൽ ഫആതത് ബുഖലഹാ ളിഅഫൈൻ ഫഇൻ ലം യുസ്ബഹാ വാബിലും ഫതൽ വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു അവരെ കുറിച്ച് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവരെ അല്ലാഹു ഒരു ഉദാഹരണം പറഞ്ഞിട്ടാ പുകഴ്ത്തിയത്. ഖുർആൻ എടുത്ത് നിങ്ങൾ നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അല്ലാഹു പറയുകയാണ് ഞങ്ങളുടെ അവരുടെ മനസ്സുകളിൽ അവിടുന്ന് പ്രവാചകർ അല്ലാഹു ഉപമിച്ചു കൊടുത്തത് ഉയർന്ന സ്ഥലത്തുള്ള ഒരു തോട്ടത്തിലേക്ക് ഉപമിച്ചു. ഉയർന്ന സ്ഥലത്തിരിക്കുന്ന ഒരു തോട്ടത്തിലേക്ക് ഉപമിച്ചു. കനത്ത മഴ ലഭിക്കുമ്പോൾ അവർക്ക് കിട്ടിയതിന്റെ 2 ഇരട്ടി അവരെന്ത് ചെയ്യും? അള്ളാഹുവിന് വേണ്ടി കൊടുക്കും. നല്ല മഴയൊക്കെ പെയ്ത് ഒരുപാട് അവരുടെ കൃഷിയിടത്തിൽ നിന്ന് ഒരുപാട് വിളവുകൾ കിട്ടിയാൽ അവരെന്ത് ചെയ്യും? കിട്ടിയതിന്റെ 2 ഇരട്ടി അവർ കൊടുക്കും. എന്നാൽ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇനി അതിൽ കനത്ത മഴയൊന്നും കിട്ടിയില്ല, ഒരു ചാറ്റൽ മഴയെ പെയ്തുള്ളൂ. അപ്പോ അവർക്ക് ചെറിയ എന്തെങ്കിലും കിട്ടിയാലും അത് മതി, അതിൽ നിന്നും അവർ കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് അള്ളാഹുവിന്റെ തൃപ്തിയുടെ പൈസ ഒരുപാടുള്ള സമയത്ത് കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം കുറച്ചുള്ളപ്പം കൊടുക്കല. എന്റെ കയ്യിൽ അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഹദീസ് എടുത്തു നോക്ക്, ഒരു ചെറിയ അമൽ കൊണ്ടുപോകണമെങ്കിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു തആലഹയ്ക്ക് ഒരു അടിമയെ വാങ്ങി, ഒരു അടിമയെ കിട്ടി. ആ അടിമയെ കൊണ്ടുവന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ ഓനെ വിട്ടേക്കാൻ പറഞ്ഞു, കാരണം ഓൻ നരകത്തിന്റെ അവകാശിയാ. ആ അടിമയെ വിട്ടേക്കാൻ പറഞ്ഞു. ആ അടിമ ഒരു നരകത്തിന്റെ അവകാശിയാണ്, വിട്ടേക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു കാരക്ക എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, പിരിച്ചു വിടുമ്പോ നല്ലപോലെ വിടണമെന്നാ. പറഞ്ഞു വിടുമ്പോൾ നല്ല രീതിയിൽ വിടണം. തലാഖ് പറഞ്ഞ പെണ്ണിനെയാണെങ്കിലും ഒഴിവാക്കി വിടുമ്പോൾ ഇത്തിരി കൂടുതൽ എടുത്തു വിടണമെന്ന് അധികം പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഈ അടിമയാ നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിവാക്കി വിട്ടു. എന്നാ കുറച്ചു കഴിഞ്ഞപ്പോ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ ആ പോകുന്ന അടിമയെ തിരിച്ചു വിളിച്ചോ, ഓ സ്വർഗത്തിന്റെ അവകാശിയാ. അവന് സ്വർഗത്തിന്റെ അവകാശിയാ. ഒരൊറ്റ മിനിറ്റുകൾ കൊണ്ട് നരകത്തിന്റെ അവകാശി സ്വർഗത്തിന്റെ അവകാശിയായി. റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ഇപ്പോഴല്ലേ പറഞ്ഞത് നരകത്തിന്റെ അവകാശിയാണെന്ന്, ഇത്ര പെട്ടെന്ന് എങ്ങനെ സ്വർഗത്തിന്റെ അവകാശിയായി? അപ്പൊ പറഞ്ഞു, ആയിഷ ബീബി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അവിടെ നിന്ന് കൊടുത്തുവിട്ട കാരയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോ പകുതി സദഖ കൊടുത്തു, അതിലൂടെ സ്വർഗത്തിന്റെ അവകാശിയായെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ കാരക്കയുടെ പകുതി പോകണ വഴിയിൽ സദഖ ചെയ്തപ്പോഴത്തേക്ക് സ്വർഗത്തിന്റെ അവകാശിയായി. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന ചില അമലുകളുണ്ട്. ആ അമലുകൾ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി നിനക്കില്ലെങ്കിൽ നിന്നെ ആരൊക്കെ വിചാരിച്ചാലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂല. ഇന്ന് ജുമാഅയ്ക്ക് ഞാൻ പ്രസംഗിച്ചു, ഒരാൾ നമസ്കരിക്കുന്ന സമയം ആമീൻ എന്ന് പറയുമ്പോ മലക്കുകളുടെ ആമീൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കും, അവൻ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മലക്കുകളുടെ ദുആ, പല സൽക്കർമ്മങ്ങൾ, നിസ്കാരപ്പായിൽ നമസ്കാരം കഴിഞ്ഞു, ഒരാൾ പള്ളിയിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നാൽ അവന് വേണ്ടി മലക്ക് ദുആ ചെയ്യും. ഒരാൾ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ ഇരിക്കുന്ന സമയം മുഴുവനും മലക്ക് ദുആ ചെയ്യും.
അപ്പം മലക്കുകളെ സ്നേഹിക്കുന്ന ചിലരുണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് പ്രവാചകന്മാർക്ക്, സത്യവിശ്വാസികൾക്ക്, ശുഹദാക്കൾക്ക്, മലക്കുകൾക്ക്, ഇവർക്ക് എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ട്. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന നമുക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഹജ്ജിന് പോയ ആൾക്കാർക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഷഹീദായി മരിക്കുന്ന ഒരാൾക്ക് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഹാഫിളായ ഒരാൾക്ക് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഒരു ആലിമിന് 10 പേരെ കൊണ്ടുപോകാം. ഇനി ഒരാളെ വരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, ശഫാഅത്ത് ചെയ്യാൻ അർഹതയുള്ളവരുണ്ട്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എത്ര? 400 പേരെ കൊണ്ടുപോകാൻ അർഹതയുള്ള ആളാരാ? ആര്? ഹജ്ജ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ ഷാജി അണ്ണ ചിരിക്കണേ? ഹജ്ജ് ചെയ്തോണ്ടാ? അണ്ണ ഹജ്ജിന് പോയിട്ടുണ്ടോ? നിങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ടോ? പോട്ടെ ഇല്ല. അൻസാരി അണ്ണൻ പോയിട്ടുണ്ട്. ഹജ്ജിന് പോയവരൊന്ന് കൈ പൊക്കിക്കറോ? ചങ്ങായി മാത്രം. ഷൗക്കണ്ണനും പോയിട്ടുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഹജ്ജിന് പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജ് ചെയ്ത ഹാജിയാർക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോവാം? 400 പേരെ. വിഷമമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ ഹാജിയാക്കന്മാരുടെ ജീവിതം കണ്ട ഓൻ തന്നെ സ്വർഗത്തിൽ പോവോ? ചില ഹാജിയാക്കന്മാരുടെ സ്വഭാവം കണ്ട 400 പേരെ കൊണ്ടുപോകുന്നത് പോയിട്ട് ഓൻ തന്നെ സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനത്തെ ജീവിതമാണ്. അങ്ങനല്ല, ഒരു ഹാജിയായിട്ട് ജീവിക്കണം. കാരണം അള്ളാഹു അതിഥിയായിട്ട് വിളിച്ച മനുഷ്യനാണ് നീ, സാധാരണ ഒരാളല്ല. ഹാജി എന്ന് പറയുന്നത് ഒരു പട്ടമല്ല, അത് അള്ളാഹു തരുന്ന ഒരു അംഗീകാരം, ഒരു സ്ഥാനം. അത് അള്ളാഹു തരുന്ന ഒരു സ്ഥാനം. അതെല്ലാവർക്കും കിട്ടൂല. പൈസ ഉള്ളവർക്ക് മാത്രം ഹജ്ജിന് പോകാൻ പറ്റും. അള്ളാഹു തരുന്ന ഒരു അംഗീകാരം. അല്ലാതെ പേരിന്റെ മുമ്പിൽ അൽ ഹാജ്, ഇതിൽ കാര്യമൊന്നുമില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ അടുത്ത് നടന്നൊരു സംഭവം. ഇവിടുത്തെ പള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വെള്ളിയാഴ്ചകളിൽ സെക്രട്ടറിയോ ആരെങ്കിലും പള്ളിയുടെ മുന്നിലിരിക്കും, പൈസ ഇങ്ങനെ എഴുതി മേടിക്കാൻ, മാസവരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവനകളൊക്കെ എഴുതി വാങ്ങാൻ വേണ്ടി ഇരിക്കാറുണ്ട്, ദ്വായൊക്കെ. അപ്പൊ ഒരാള് വന്നിട്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ട് സെക്രട്ടറിയുടെ അടുക്കൽ ഒരു പൈസ കൊണ്ടുപോയി കൊടുത്തു ദ്വാ ചെയ്യാൻ. അപ്പൊ അയാൾ എഴുതി അബൂബക്കർ. ഒരു പേര് ഞാൻ പറയുന്നതേ ഉള്ളൂ. അബൂബക്കർ 1001 രൂപ ദ്വാ ചെയ്യാൻ. അപ്പൊ അയാൾ ചോദിച്ചു, എടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയെന്ന്. അപ്പൊ അയാൾ ചോദിച്ചു, എന്തേപ്പ അങ്ങനെ? എടാ ഞാൻ ഹജ്ജിന് പോയപ്പോ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയെന്ന്. എന്ന് പറഞ്ഞാ അബൂബക്കർ എന്ന് എഴുതിയത് ഇഷ്ടപ്പെട്ടില്ല, അൽ ഹാജ് എന്ന് അബൂബക്കർ എന്ന് എഴുതാത്തത് കൊണ്ട്. പള്ളിയുടെ സെക്രട്ടറിയോട് ചോദിക്കാൻ, ഞാൻ ഹജ്ജിന് പോയപ്പോ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയ. അപ്പൊ ഇന്നത്തെ മനുഷ്യന്മാരുടെ ആഗ്രഹം, നീയത്തതാ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ പാവങ്ങൾക്ക് 3 പേര് ഹജ്ജിന് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനും പോയി ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് 400 പേരെ ഒന്നും കൊണ്ടുപോകണ്ട, എനിക്കെങ്കിലും പോയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹാഫിളീങ്ങൾ, ഷഹീദായി മരിക്കുന്നവർക്ക് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമുക്ക് ഷഹീദായി മരിക്കാൻ പറ്റുമോ? യുദ്ധം വല്ലതും ഉണ്ടോപ്പാ? ജിഹാദിന് പോകാൻ എവിടെയെങ്കിലും യുദ്ധം നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുന്ന വഴി എന്താ? ഷഹീദായി മരിക്കണോ? ഷഹീദിന്റെ കൂലി കിട്ടണോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഷഹീദിന്റെ കൂലി വേണോ? പൈസയും വേണ്ട, യുദ്ധത്തിനും പോണ്ട. ഒരു എളുപ്പ വഴി പറയാം. പൈസയും കൊടുക്കണ്ട. ആരും ഇനിയിപ്പോ ഇസ്രായേലിലോ ഫലസ്തീനിലെങ്ങും പോണ്ട, ഇറാഖിലോ സിറിയയിലൊന്നും പോണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഷഹീദിന്റെ കൂടെ കൂടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? ഒരു ദിവസം 20 വട്ടം നീ മരിക്കൂന്ന് ഓർത്താ മതി, വേറൊന്നും വേണ്ട. ഒരു ദിവസത്തിൽ 20 പ്രാവശ്യം ഞാൻ മരിക്കുമല്ലോ, ഞാൻ മരിക്കേണ്ടവനാണെന്നല്ലോ ബോധം, ആ ഒരൊറ്റ ഓർമ്മ മതി. നീ രക്ഷപ്പെട്ടു. നിനക്ക് ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായിരുന്നു? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പിന്നെ ഹാഫിളീങ്ങൾ, ഖുർആൻ പഠിച്ചവർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത ചിലർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ശഫാഅത്ത് പ്രവാചകന്മാരാണെങ്കിലും മലക്കുകളാണെങ്കിലും ആര് ശഫാഅത്ത് ചെയ്താലും അത് സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ അത് കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ പ്രവാചകന്മാരാണെങ്കിലും സത്യവിശ്വാസികളാണെങ്കിലും ശുഹദാക്കളാണെങ്കിലും മലക്കുകളാണെങ്കിലും
ആര് ശഫാഅത്ത് ചെയ്താൽ ആ ശഫാഅത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ അള്ളാഹ് തൃപ്തിപ്പെട്ടവനായിരിക്കണം. ഈ ഇരിക്കുന്ന ഹാജിയാര്, ഈ ഇരിക്കുന്ന ഹാജിയാക്കന്മാര് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പെണ്ണുമ്പിള്ളയോ മക്കളെയോ കൂടപ്പുറപ്പുകളെ ആരെങ്കിലും ശഫാഅത്ത് ചെയ്യുമ്പോ അവർക്ക് പോകണമെങ്കിൽ അവർ അള്ളാഹ് ഇഷ്ടപ്പെട്ടിരിക്കണം, ഇല്ലാതെ പറ്റൂല. അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്. യൗമഇദിൻ ലാ യൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വറളിയ ലഹു ഖൗലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ചവനെ നിനക്ക് ശഫാഅത്ത് വേണമെങ്കിലും അല്ലാഹുവിന്റെ തൃപ്തി വേണം. ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ തൃപ്തിയില്ലാതെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയില്ല, അവന് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾ കരസ്ഥമാക്കണേ. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴികളുണ്ട്. എന്ത് സൽക്കർമ്മം ചെയ്താലും നീ അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് വേണം ചെയ്യാൻ. 2, അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. 3, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. സുലൈമാൻ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തത് എങ്ങനെയെന്നറിയുമോ? ഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക. നാട് സുലൈമാൻ നബി അലൈഹിസ്സലാം സമ്പന്നനായ നബിയാണെന്ന് പടച്ചവന് എന്നിട്ട് പറയുകയാ, വഅൻ അഅമല സ്വാലിഹൻ തർദാ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ എനിക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നീ എനിക്ക് ഭാഗ്യം തരണേ അല്ലാ. എന്നിട്ടോ വഅദ്ഖിൽനി ബിറഹ്മതിക മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ കാരുണ്യത്താൽ നീ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്തെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വിവേക ബുദ്ധിയും പക്വതയും പാകതയും എത്തുന്ന പ്രായമാണ് 40 വയസ്സ്. സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല. 40 വയസ്സെത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പക്വതയെത്തി, അവന് പാകതയെത്തി, അവനെല്ലാം പരിപൂർണമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് 40 വയസ്സ് കഴിഞ്ഞവന് ചെയ്യുന്ന തെറ്റിന് ഇരട്ടി ശിക്ഷയാ. സാധാരണ 39കാരനെ പോലെയല്ല, 25കാരനെ പോലെയല്ല, 18 വയസ്സുകാരനെ പോലെയല്ല. അവനൊരു തെറ്റ് ചെയ്താ പറയും അവന് പക്വതയെത്തിയില്ല, അവന് തമ്മീസായില്ല, അവന് ബോധം വന്നിട്ടില്ല. പക്ഷേ 40 വയസ്സുകാരൻ അങ്ങനെയല്ല, അവന് പക്വതയെത്തി, തെറ്റും ശരിയും മനസ്സിലാക്കാറുള്ള പ്രായമായി, അവൻ യഥാർത്ഥ യുവാവായി കഴിഞ്ഞു. അല്ലാഹുവേ, അതുകൊണ്ട് 40 വയസ്സ് ശരിയായ തന്നെ 40 വയസ്സ് ഏറ്റവും വലിയ സർവ്വതം തികഞ്ഞതിന്റെ അടയാളമാ. അതുകൊണ്ട് മനുഷ്യനുണ്ടല്ലോ, ഈ പ്രാർത്ഥന നടത്തണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 40 വയസ്സ് കഴിഞ്ഞവരോട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി മുത്തുനബി പറഞ്ഞു തന്ന ദുആയാ റബ്ബനാ റബ്ബി. അവിടുന്ന് പടച്ചവനെ റബ്ബി റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, 40 വയസ്സ് കഴിഞ്ഞ ആണാ
ആണാകട്ടെ പെണ്ണാകട്ടെ അവര് ദുആ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ നിന്നോട് നന്ദി കാണിക്കുന്നവനും, പടച്ചവനെ നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാ നീ എനിക്ക് അല്ലാ ഭാഗ്യം തരണേ അല്ലാ. എന്നിട്ടോ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഖുർആനിലെ ഈ ആയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓതണമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നത് റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തിലെ ഈ ആയത്ത് 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും എന്നും ഓതണമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ആയത്ത് ഏതാന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് മുസമ്മിൽ ഉസ്താദിനോട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അറിയേണ്ടവർ എഴുതിയെടുക്കണം ഈ ആയത്ത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 15-ാമത്തെ ജുസിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. സൂറത്തുൽ അഹ്കാഫിലാണ് ഈ ആയത്ത്. എൻ്റെ പ്രിയപ്പെട്ട 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, എൻ്റെ പ്രഭാഷണം ലൈവായി കേൾക്കുന്ന 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, സൂറത്തുൽ അഹ്കാഫിലെ ആയത്താണ് ഈ ആയത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ 40-45-ാമത്തെ ആ സമയമാണ് ആയത്ത്. ഏകദേശം 46-ാമത്തെ എങ്ങാണ്ട് ആയത്താണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എൻ്റെ ഊഹം, അള്ളാഹു ഓർമ്മശക്തി നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെന്തായാലും 50 ആയത്തിന് താഴെയാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് മുസമ്മിൽ നോക്കിയാലേ ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ അഹ്കാഫിലെ ഈ ആയത്ത് സെക്രട്ടറിയും പ്രസിഡന്റ് ഉൾപ്പെടെ സർവ്വ എണ്ണം ഇൻഷാ അല്ലാഹ് ഓതിക്കോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഓതാൻ പറഞ്ഞത് മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ? ഇനി ആ വിഷയത്തിൽ കിടക്കണേ. മണി 11:10 ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള വഴി ഓസിന് കിട്ടുമോ?